ഹലോ ഫ്രണ്ട്സ്, വെള്ളൂനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് തിരുവില്ലാമല ഏകാദശിയാണ് കേട്ടോ. അപ്പം ഞാൻ ഏട്ടനും മക്കളൊക്കെ നമ്മൾ തൊഴാൻ പോയായിരുന്നു. അമ്മ വന്നില്ല കേട്ടോ, നമ്മുടെ കണ്ണുകൊണ്ട് വയ്യല്ലോ, അപ്പം അമ്മ വരണില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ പോയി തൊഴുതു. രാമനെയും ലക്ഷ്മണനെയും കണ്ണെന്ന് പറഞ്ഞ് തൊഴുതു. നമ്മുടെ സന്തോഷങ്ങൾ സങ്കടങ്ങളൊക്കെ പങ്കുവെച്ചു. നമ്മൾ തൊഴുത് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലും തൊഴുതു നമ്മൾ നേരെ പോയി കൃഷ്ണനാട്ടം കാണാൻ പോയിട്ടോ. അതൊക്കെ കുറച്ച് നേരം നമ്മൾ കണ്ടു നിന്നു. നല്ല രസമാണ് കേട്ടോ അത് കാണാൻ. നല്ല തിരക്കൊക്കെ ഉണ്ട്. അതൊക്കെ കൃഷ്ണനാട്ടം കാണാൻ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പം നമ്മളവിടെ കുറച്ച് നേരം അതിങ്ങനെ കണ്ടു നിന്നു. അപ്പോൾ നമുക്ക് നേരം വൈകുന്നുണ്ട് കേട്ടോ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കണ്ടു നിൽക്കുന്ന ഇടയ്ക്ക് നമ്മുടെ പരിചയത്തിലുള്ള ഏട്ടനെ കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവരോട് സംസാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതിന് ഇടയ്ക്ക് നമ്മളൊരു സബ്സ്ക്രൈബറെ നമ്മൾ കൂട്ടത്തിൽ കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോൾ നമ്മൾ അവരോട് സംസാരിക്കാൻ പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ അവരോടൊക്കെ സംസാരിച്ചു. തിരുവില്ലാമലുള്ളത് തന്നെ കേട്ടോ. അപ്പോൾ അവർ നമ്മളോട് സംസാരിച്ച് നമ്മുടെ വീഡിയോക്ക് നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞു, എന്നും കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെയൊക്കെ സംസാരിച്ച് ഏട്ടനെ ഞാൻ അങ്ങനെ വലം വയ്ക്കാൻ പോവുകയാണ് കേട്ടോ, പ്രദക്ഷിണം വയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ പ്രദക്ഷിണമൊക്കെ വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അത് ആനച്ചമയം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുകയാണ്. അത് കണ്ടു കഴിഞ്ഞ് നേരെ അവിടെ ഒരു കൃഷ്ണൻ്റെ ആല് എന്ന് പറയും, ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തേക്ക് പോകുന്ന അതേ പ്രതിനിധിയാണ് എന്നാട്ടോ പറയുക. കുറേ പറയാണ്ട് വെച്ചാൽ കുറേ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഷോർട്സ് ചെയ്യുക, അതാണ് പറയാത്തത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ തൊഴുതു. പിന്നെ നേരെ ഫ്രണ്ടിൽ വന്ന് നമ്മൾ തൊഴുതു കേട്ടോ. ആ തൊഴുത് നേരെ ഒന്നും കൂടി നമ്മൾ വലം വെച്ചു. അവിടെ നിന്ന് നേരെ ഇറങ്ങി കേട്ടോ. അപ്പോൾ പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ച് നല്ല രസമുണ്ട് കേട്ടോ അമ്പലം കാണാൻ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ല ഭംഗിയുണ്ട്. ഇവിടെ നല്ല ഭംഗിയുണ്ട്. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്തു. നമ്മൾ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് നേരം നിന്ന് സംസാരിച്ചു. ആ മുകളിൽ നിൽക്കുന്ന ചേച്ചിമാർക്ക് നമ്മൾ വീഡിയോ ഒക്കെ കാണാറുണ്ട്. കുറേ സംസാരിച്ചിട്ടോ നമ്മുടെ അടുത്ത്. അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു. കുറച്ച് നേരം അവിടെ ഇരുന്നു. തൊഴുതൊക്കെ ഇറങ്ങി അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചു. ഇപ്പോൾ കാശിക്കൂട്ട് അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് മേടിക്കണം ഇത് മേടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓരോന്നൊക്കെ സംസാരിച്ചിരുന്നു. അമ്പലം കാണാൻ എന്ത് രസമല്ലേ, പൂവൊക്കെ അലങ്കരിച്ചത് കാണാൻ. ഉള്ളിലേക്ക് പോയി ഇതിനും ചന്തണ്ട് കേട്ടോ. വിളക്കൊക്കെ കൊളുത്തി വെച്ച് 4 ചുറ്റുഭാഗത്തും ചുറ്റുവിളകൊക്കെ തെളിച്ച് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. പക്ഷെ നമ്മൾ വരുമ്പോഴേക്കും നേരം വൈകി, ജോലിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്കും നേരം വൈകിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഏകദേശം കെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങി കുറേ നേരം അവിടെ ഇരുന്ന് നടന്നു വരികയാണ് കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ കാശിക്കുട്ടൻ്റെ ചെരുപ്പ് വെച്ച സ്ഥലത്ത് കാണാനില്ലേ എന്ന് പറഞ്ഞ് കാശിക്കുട്ടൻ തിരയുകയാണ്. അപ്പോൾ കണ്ണനും കാശിക്കുട്ടനും ഞങ്ങളെല്ലാവരും ചെരുപ്പൊക്കെ ഇട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങി വഴിയിൽ ഫുള്ളും കളിസാധനങ്ങളും കഴിക്കാനുള്ളതും ഭയങ്കര തിരക്കാണ് കേട്ടോ. ഒരു പേരും 2 വശത്തേക്കും കണ്ണുകളോടുകൂടി നോക്കണുണ്ട്. ഇപ്പം ഞാൻ പറയുന്നുണ്ട്, കണ്ണാ പൂരായി. കാശിക്കുട്ടൻ കണ്ണനൊക്കെ പിന്നെ നമുക്ക് പിടിച്ചു നിർത്താം. കാശിക്കുട്ടൻ വേറെ ലെവലാ, അവനെ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റില്ലേ. പക്ഷെ പറയുന്നുണ്ട് ഞാൻ പൂരാണ് വരണത്, നമുക്ക് അപ്പം മേടിക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞ അമ്മയ്ക്ക് കമ്മലൊക്കെ നോക്കാമല്ലേ, അതിനൊന്നും പ്രശ്നമില്ല, അപ്പോൾ പൂരമൊന്നും ഇല്ലല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് തന്നെ. എന്നിട്ട് ഞാൻ ഒരെണ്ണം മേടിച്ചു കേട്ടോ ഞാൻ കമ്മൽ. അത് കഴിഞ്ഞ് കണ്ണന് കാളം വേണമെന്ന് പറഞ്ഞിട്ട് കണ്ണന് കാളം മേടിച്ചു കൊടുത്തു. കാശിക്കുട്ടനെ വേണ്ട പറഞ്ഞിട്ടോ. കാശിക്കുട്ടന് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു. കാശിക്കുട്ടന് ഐസ്ക്രീം മേടിച്ചു കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ഏട്ടാ എനിക്കൊരു കോളിഫ്ലവർ ചില്ലി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ മേടിച്ച് വന്നതിന് ശേഷം കേട്ടോ അത് പറയണത്. അപ്പം ഞാനും അതൊക്കെ മേടിച്ച് കഴിച്ചു. ഞാനും ഏട്ടനും പിള്ളേരും എല്ലാവരും കൂടി അതൊക്കെ മേടിച്ച് കഴിച്ചു കേട്ടോ. ഇത് പിന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പോയി മേടിച്ചിട്ട് വരികയാണ് കേട്ടോ. ആദ്യം മേടിച്ച് ഇറങ്ങി വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഏട്ടൻ്റെ കണ്ണിലെന്തോ ഭയങ്കര ചാതിയുണ്ട്, അതെന്തോ പെട്ടു. നമ്മളെല്ലാവരും എല്ലാം മേടിച്ച് കഴിച്ചു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.